ആരോഗ്യമുള്ള മനസ്സ് ആഗ്രഹിക്കാത്തതായി ആരും തന്നെ ഉണ്ടാകില്ല. ആരോഗ്യമുള്ള മനസ്സിന് ഉടമകളാകുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ അർത്ഥവത്തായിത്തീരുന്നു. അതിന് നാം അറിഞ്ഞിരിക്കേണ്ട ചില ചിന്തകളിലൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യാം. ഈ ദിവസത്തെ ചിന്ത ആത്മ അവബോധം അഥവാ സെൽഫ് അവയർനെസ് ഉള്ളവരാകുക എന്നതാണ്. ജീവിതത്തിൽ തോൽവികൾ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മറികടക്കുന്നതാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. മരച്ചില്ലയിൽ ഇരിക്കുന്ന പക്ഷി ചില്ല ഒടിഞ്ഞു വീഴുമെന്ന് ഭയക്കുന്നില്ല. കാരണം അതിൻ്റെ ആശ്രയം മരച്ചില്ലയിലല്ല, അതിൻ്റെ ചിറകുകളിലാണ്. ദൈവം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് പ്രത്യാശയും സുരക്ഷിതത്വവും വീണ്ടെടുപ്പും നൽകുന്നവനാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 23 മുതൽ 58 വരെയുള്ള വേദഭാഗം വിവരിക്കുന്നത് ആട്ടിടയ ബാലനായ ദാവീദിനോട് ഇസ്രായേലിന്റെ രാജാവായ ശൗൽ അധികാരത്തോടെ സംസാരിക്കുന്ന ഒരു വലിയ ആഹ്വാനമാണ്. ശൗൽ രാജാവ് വളരെ അധികാരത്തോടെ ദാവീദിനോട് പറയുകയാണ്, ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കും. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ നേരിടേണ്ടതിനായി ദാവീദിനെ അയക്കുകയാണ്. ഗോലിയാത്തിനെ നേരിടേണ്ടതിനു വേണ്ടി ദാവീദിന് പടയങ്കികൾ ധരിക്കാൻ നൽകിയപ്പോൾ ദാവീദ് പറയുന്നു, വാക്യം 39, ഞാൻ ശീലിച്ചിട്ടില്ലാത്തതിനാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുകയാണ്. ജീവനുള്ള ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ അവനെ നേരിടും. ഞാൻ അഥവാ എന്നിലെ ഈഗോ, ഇത് ആരാണ് എന്ന സ്വയ അവബോധമാണ് ഓരോ മനുഷ്യനെയും സാഹചര്യങ്ങളെ ക്രിയാത്മകമായി അഭിമുഖീകരിക്കുവാൻ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പുകളും ഓരോ ഉത്തരവാദിത്തങ്ങളും ഏറെ വിലപ്പെട്ടതാണ്. എന്നിലെ ഞാൻ ആരാണ്, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ്, എന്നിലുള്ള കടമകളെ അർത്ഥവത്തായി ചെയ്യുന്നതിൽ ഞാൻ എത്രത്തോളം എന്നോട് തന്നെ വിശ്വസ്തനാണ്. ഈ തിരിച്ചറിവുകൾ നമ്മെ കൂടുതൽ അർത്ഥവത്തായി ജീവിതത്തെ കാണുവാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ വ്യത്യസ്തമായ പരാജയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. വാക്യം 45-ൽ ദാവീദ് ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനോട് അവനെ നേരിടുന്നതിനു മുൻപ് പറയുന്നത് ഇപ്രകാരമാണ്, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു എന്നാണ്. ജീവിതത്തിൽ തോൽവികളും പ്രതിസന്ധികളും ഉണ്ടാകുന്നിടത്ത് നാം തളർന്നു പോകേണ്ടവരല്ല. ഞാനൊരു ദൈവ പൈതലാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ ആശ്രയം ദൈവത്തിലാണെന്നും എന്ന ബോധ്യം നമ്മെ തോറ്റുപോകുന്ന അതേ ഇടങ്ങളിൽ നിന്നും വിജയത്തിലേക്കും ഉത്തരവാദിത്തങ്ങളിലേക്കും നയിക്കും. എന്നിലെ ഞാൻ ആരാണെന്നും ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നതെന്നുമുള്ള അവബോധം നമ്മെ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നയിക്കും. സങ്കീർത്തനങ്ങൾ 37-ന്റെ 3-ാം വാക്യം, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.